വിക്രമാദിത്യനെയും വേതാളത്തെയും കുറിച്ച് കേൾക്കാത്തവർ ആരും തന്നെ ഉണ്ടാവില്ല. വിക്രമാദിത്യ കഥകൾ എല്ലാവരും കേട്ടിട്ടുമുണ്ടായിരിക്കും. എന്നാൽ വേതാള ചരിത്രം അറിയുമോ? വേതാളമായ കഥ. ഒരിക്കൽ വേതാളം വിക്രമാദിത്യനോട് പറഞ്ഞു, തനിക്ക് ഒരു ശാപം കിട്ടിയിട്ടാണ് താൻ ഒരു വേതാള രൂപമായതെന്ന്. ഇത് കേട്ടപ്പോൾ അത്ഭുതത്തോടെ വിക്രമാദിത്യൻ പറഞ്ഞു, വേതാളമേ, നിന്റെ കഥ കേൾക്കാൻ അതിയായ ആഗ്രഹമുണ്ട്. അപ്പോൾ തന്നെ വേതാളം തന്റെ സ്വന്തം കഥ പറയാൻ തുടങ്ങി. അതായത് വേതാള ചരിത്രകഥ. പാടലീപുത്രത്തിലെ ബ്രാഹ്മണ പുരോഹിതനായിരുന്നു ഞാൻ. ഒരു ദിവസം എനിക്കുള്ള പൂജച്ചോറ് കൊണ്ടുപോകാൻ അമ്പലത്തിലെത്തിയപ്പോൾ നട അടച്ചു കഴിഞ്ഞിരുന്നു. അന്നേരം അതിനകത്തിരുന്ന് രണ്ടുപേർ സംസാരിക്കുന്നത് പോലെ തോന്നി. അത് ശ്രീ പരമേശ്വരനും പാർവതിയുമായിരുന്നു. അവിടെ ശിവൻ പാർവതിക്ക് കഥകൾ പറഞ്ഞു കൊടുക്കുകയായിരുന്നു. ഞാൻ അവയെല്ലാം ഒളിച്ചിരുന്ന് കേട്ടു. അന്ന് ഞാൻ വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ സമയം വളരെ വൈകിപ്പോയിരുന്നു. എൻ്റെ ഭാര്യ കലമ്പൽ കൂട്ടി. ഞാൻ താമസിക്കാനുള്ള കാരണം അവൾക്ക് അറിഞ്ഞേ തീരൂ. മറ്റാരോടും പറയാതെ പരമരഹസ്യമാക്കി വെക്കണമെന്ന് ഉപദേശിച്ച് ഞാൻ നടന്ന കാര്യങ്ങളും ശ്രീ പരമേശ്വരൻ പറഞ്ഞ കഥകളും അവളോട് പറഞ്ഞു. അടുത്ത ദിവസം തന്നെ സ്ത്രീ സഹജമായ സ്വഭാവവിശേഷം മൂലം അവൾ ഇവയെല്ലാം മറ്റ് സ്ത്രീകളോട് പറഞ്ഞു പരത്തി. രഹസ്യമായി തന്റെ പ്രിയതമ്മയ്ക്ക് പറഞ്ഞുകൊടുത്ത കഥകൾ നാട്ടിൽ അങ്ങാടിപ്പാട്ടാക്കാൻ കാരണക്കാരൻ ഞാനാണെന്നറിഞ്ഞ് ശിവൻ എന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും ഒരു വേതാളമായി പോകട്ടെ എന്ന് എന്നെ ശപിക്കുകയും ചെയ്തു. ശാപമോക്ഷത്തെക്കുറിച്ചും ഭഗവാൻ പറയുകയുണ്ടായി. 30 വർഷം വേതാളമായി ഒരു മുരുക്കിൽ തൂങ്ങിക്കിടന്നതിനു ശേഷം വിക്രമാദിത്യരാജൻ വന്ന് പിടിച്ച് കെട്ടിക്കൊണ്ടു പോകുമ്പോൾ താൻ പറഞ്ഞ കഥകൾ പറയണമെന്നും ഓരോ കഥകൾ പറയുമ്പോഴും അതിനെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കണമെന്നും അവസാന കഥയ്ക്ക് ഒഴികെ ബാക്കി എല്ലാ കഥകൾക്കും ഉത്തരം പറയുകയാണെങ്കിൽ അത് വിക്രമാദിത്യനായിരിക്കുമെന്നും ശിവൻ അരുളി ചെയ്തു. 2000 വർഷങ്ങൾ അങ്ങയെ സേവിച്ചാലേ എനിക്ക് ശാപമോചനം ഉണ്ടാവുകയുള്ളൂ. ഇതാണ് വേതാള ചരിത്രം. വേതാളം വിക്രമാദിത്യനോട് പറഞ്ഞ അവസാനത്തെ കഥ എന്താണെന്നറിയാമോ? തികച്ചും അർത്ഥശൂന്യമായ ഒരു കഥയായിരുന്നു അത്. 2 തീർത്ഥയാത്രക്കാരികൾ സ്വന്തക്കാരിൽ നിന്ന് പിരിഞ്ഞു. അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു ക്ഷീണിച്ച് ഒരു ആൽത്തറയിൽ വിശ്രമിക്കാനിരുന്നു അവർ. ഒരച്ഛനും മകനും തങ്ങളുടെ മുന്നിൽ അവരുടെ കാലടികൾ മണ്ണിൽ പതിഞ്ഞു കിടക്കുന്നത് കണ്ട് ഇതിലെ കൂടി 2 സ്ത്രീകൾ നടന്നിട്ടുണ്ടെന്നും അവർ സമ്മതിക്കുകയാണെങ്കിൽ വലിയ ചുവടുകളുള്ളവളെ അച്ഛനും ചെറിയ ചുവടുകളുള്ള ആളെ മകനും സ്വീകരിക്കണമെന്നും പറഞ്ഞ് സമ്മതിച്ച് അവരുടെ സമീപമെത്തി. സ്ത്രീകളുടെ അനുവാദത്തോടെ അവരൊന്നിച്ച് നാട്ടിലെത്തി. മുൻ തീരുമാനപ്രകാരം വലിയ പാദങ്ങളുള്ള മകളെ അച്ഛനും ചെറിയ പാദങ്ങളുള്ള അമ്മയെ മകനും സ്വീകരിച്ചു. അവർക്ക് ഓരോ സന്താനങ്ങളുണ്ടാവുകയും ചെയ്തു. അവർ പരസ്പരം ഏതു പേര് പറഞ്ഞ് വിളിക്കണം? ഇതായിരുന്നു വേതാളം അവസാനത്തെ കഥ പറഞ്ഞത്. ഇതിലെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഇവർ പരസ്പരം എന്ത് പേര് പറഞ്ഞ് വിളിക്കണമെന്നായിരുന്നു വിക്രമാദിത്യനോട് വേതാളം ചോദിച്ചത്. ഈ ചോദ്യത്തിന് ഉത്തരം പറയാൻ വിക്രമാദിത്യന് സാധിച്ചില്ല. ഇതോടുകൂടിയാണ് ഇവിടെ വിക്രമാദിത്യനാണ് തന്റെ മുന്നിലുള്ളത് എന്ന് വേതാളം ഈ അവസാന കഥയിലൂടെ ഉറപ്പിക്കുന്നത്.